മൂല്യബോധമുള്ള വിദ്യാർത്ഥികളെ ഉന്നതിയിൽ എത്തിക്കുന്നതിന് പുസ്തക വായനയിലൂടെ കിട്ടുന്ന അറിവ് ഏറെ പ്രധാനമാണെന്നും പുതുതലമുറയ്ക്ക് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്നും സാഹിത്യ പ്രവർത്തക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. ഹരികുമാർ തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫോർ റണ്ണേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗ്രന്ഥാലയം ഗ്രന്ഥദക്ഷിണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വായിച്ചതായിട്ട് മറ്റു പലരും വായിച്ചതായിട്ട് അനുഭവിച്ച് സുഖിച്ചു പോകുന്നതാണ് പൊതുവിൽ നമ്മൾ കാണുന്നത്. ഒരുപാട് പേര് വായിക്കുന്ന പുസ്തകങ്ങളും എല്ലാം ഉണ്ട്. അത് ഏത് കാലത്തും ഉള്ള കാര്യമാണ്, ഇപ്പോൾ മാത്രം ഉള്ള ഒരു പ്രശ്നമല്ല. ഏത് കാലത്തും അങ്ങനെയാണ്. പുസ്തകങ്ങളോടുള്ള സമീപനം, വായനയോടുള്ള സമീപനം അങ്ങനെ തന്നെയാണ്. കാലാനുസൃതമായി മാറ്റങ്ങൾ വരും. കാരണം മൂല്യബോധം പരിണാമ വിധേയമാണ്. ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നത് തന്നെ വളരെ അത്ഭുതമായിരുന്നു. അതൊരു മൂല്യബോധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നതാണ്. അന്ന് സംസാരിക്കാനല്ല, എന്നാലും ഇപ്പോഴത്തെ പോലെയുള്ള ഒരു ഇടപഴകലുകൾ ഉണ്ടല്ലോ, അത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. പക്ഷെ ഇന്ന് അതൊന്നുമല്ല, എല്ലാവരും ഒരുപോലെ. ഫോർ റണ്ണേഴ്സ് പ്രസിഡന്റ് ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ആർ അനിത മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ ദേവകി അന്തർജനം, എൻ അജയൻ, ഡോക്ടർ സി എം കുസുമൻ, ബിനു ചിത്രമ്പള്ളിൽ, അഡ്വക്കേറ്റ് കെ ജി രാജേഷ്, സണ്ണി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് സ്ഥാപിതമായ കാലം മുതൽ ക്യാമ്പസിൽ സജീവമായിരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും രചിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ സമർപ്പണവും സാഹിത്യരംഗത്ത് പ്രമുഖരും പുതുമുഖങ്ങളുമായ 80ഓളം പേരുടെ കൃതികൾ ഗ്രന്ഥശാലയിൽ പ്രദർശിപ്പിക്കുന്ന ചടങ്ങും നടന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.